നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണ സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് മൗനാണ്. നമുക്ക് എന്താണ് മൗനം? അതായത് മൗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചിന്തകളില്ലാത്ത അവസ്ഥയല്ല, ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്കുള്ള ഗ്യാപ്പ് കൂടുമ്പോൾ ആണ് മൗനമായിട്ട് വരുന്നത്. അങ്ങനെ ലാസ്റ്റ് ചിന്തയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ്, അങ്ങനെയാണ് നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് അങ്ങനെ അത്രയും ഇതിലേക്ക് എത്തുന്ന യോഗികൾക്കൊക്കെ തോട്ട്ലെസ് സ്റ്റേജിലേക്കാണ് അവർ എത്തപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജാണ് മൗനം എന്ന് പറയുന്നത്. മൗനത്തിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൗനം ഒരു മെഡിറ്റേഷനായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. നമ്മൾ അല്ലാത്ത മെഡിറ്റേഷൻസ്, അതായത് ബ്രീത്തിങ് മെഡിറ്റേഷൻ, അതുപോലെ അല്ലാത്ത മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ചിന്തകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചിന്ത ഇല്ലാതാക്കിയിട്ട് ഉള്ള മെഡിറ്റേഷൻ ടെക്നിക്സ് ഉണ്ട്. അതായത് നമ്മുടെ ചിന്തകളെ തന്നെ വാച്ച് ചെയ്യുക, കുറേ വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചിന്തയില്ലാത്ത തോട്ട്ലെസ് ആയിട്ടുള്ള അവസ്ഥ, അങ്ങനത്തെ ഒരു മെഡിറ്റേഷൻ രീതി തന്നെയുണ്ട്. അപ്പോൾ അതിന് നല്ല പവറാണ്. നമ്മളിപ്പോൾ ഏറ്റവും എന്താ പറയുക, നമ്മൾ ആത്മസാക്ഷാത്കാരം ആ ലെവലിലേക്ക് ചിന്തിക്കുമ്പോഴും ഇങ്ങനെ ഈ തോട്ട്ലെസ് ആയിട്ടുള്ള രീതിയിലുള്ള മെഡിറ്റേഷൻ അതിന് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പം മെഡിറ്റേഷൻ പല രീതിയിലുണ്ടല്ലോ. അപ്പോൾ ഇത് ഒരു മെഡിറ്റേഷനാണ്. നമ്മൾ ചിന്തകളെ വാച്ച് ചെയ്തിട്ട് ലാസ്റ്റ് ചിന്തകളില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മൈൻഡിനെ എത്തിക്കുക എന്നുള്ളത്. അപ്പം ചിന്തകളില്ലാത്ത അവസ്ഥയ്ക്ക് ഭയങ്കര പവറുണ്ട്. നമ്മളിപ്പോൾ അറിയാലോ, സിദ്ധികളൊക്കെ ലഭിക്കാം, അങ്ങനെയൊക്കെ ഉള്ള ഇതിലേക്കൊക്കെ എത്താം. ഇതല്ല സാധാരണ ഒരു ആളെ സംബന്ധിച്ച് പറഞ്ഞാൽ, നമ്മൾ മൗനത്തിലൂടെ നമുക്ക് കോൺസെൻട്രേഷൻ പവർ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാത്തിനെയും സസൂക്ഷ്മം നിരീക്ഷിക്കാനും നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളെ വാച്ച് ചെയ്യാനുള്ള പവർ, കോൺസെൻട്രേറ്റീവ് പവർ വർദ്ധിപ്പിക്കാൻ നമ്മൾ മൗനത്തിലൂടെ സാധിക്കുന്നുള്ളതാണ്. നമ്മൾ ഈ മൗനവ്രതം കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ തലച്ചോറിൻ്റെ ബ്രെയിനിൻ്റെ പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ കോൺസെൻട്രേറ്റിംഗ് പവർ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ നമ്മുടെ കഴിവിനെ, ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗാത്മക കലകളെയും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് മൗനത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് മൗനം എന്ന് പറഞ്ഞാൽ. നമ്മൾ സംസാരം കുറച്ച് നമ്മളിലേക്ക് ഹൂ ആം ഐ, ഞാൻ ആര് എന്ന് ഉള്ളിലേക്ക് ചോദ്യം ഉന്നയിക്കുന്ന സമയത്ത് നമ്മൾ മൗനത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം വേണം, ഞാൻ ആര് എന്ന് അറിയണം എന്നുള്ളത്. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ നമ്മൾ മൗനത്തിലേക്ക് വരും. അപ്പോൾ നമ്മൾ മെഡിറ്റേറ്റിംഗ് മൂഡിലേക്ക് വരും. അങ്ങനെ നമുക്ക് കൂടുതൽ മൗനത്തിൻ്റെ ഒരു പവർ, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിൽ മൗനത്തിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ആഗ്രഹം വരും. അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഇത്രയാണ് മൗനത്തെ പറ്റിയിട്ട് ബ്രീഫായിട്ട് പറയാനുള്ളത്. കൂടുതൽ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നമസ്കാരം.